ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്ത് ഇലക്ട്രോണിക് പേയ്മെന്റ് ഇടപാടുകൾക്ക് ബാങ്കുകൾ ഏർപ്പെടുത്തുന്ന ഫീസിൽ സുതാര്യത വേണമെന്ന് മജ്ലിസ് ഷൂറ സാമ്പത്തിക സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാനിലെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം മുന്നോട്ടുവച്ചത്. ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനങ്ങൾക്കായി കട ഉടമകൾക്ക് ബാങ്ക് ചുമത്തുന്ന ഫീസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയിൽ ഉയർന്നുവന്നു. ബിസിനസ് പ്രക്രിയകൾ എളുപ്പമാക്കുന്നതിന് ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനം വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും സമിതി ചൂണ്ടിക്കാണിച്ചു. മജ്ലിസ് ഷൂറ സാമ്പത്തിക സമിതി തലവൻ അഹമ്മദ് അൽ ഷർക്കി യോഗത്തിന് നേതൃത്വം വഹിച്ചു. ശൈത്യകാലത്ത് ഈച്ച, കൊതുക്, എലി തുടങ്ങിയവയുടെ ശല്യം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു. പ്രതിരോധ നടപടികൾ വേഗത്തിലാക്കാനും വീടുകൾ സുരക്ഷിതമായി സംരക്ഷിക്കാനും അധികൃതർ താമസക്കാരോട് നിർദ്ദേശിച്ചു. പരിസരങ്ങൾ വൃത്തിയായിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. തെറ്റായ മാലിന്യ നിർമ്മാർജ്ജനം, മൂടിയില്ലാത്ത ഭക്ഷണം, കെട്ടിക്കിടക്കുന്ന വെള്ളം, വീടിനുള്ളിൽ ചൂട് തേടുന്ന കീടങ്ങൾ എന്നിവയാണ് തണുപ്പുള്ള മാസങ്ങളിൽ ഈച്ചകൾ, കൊതുകുകൾ, എലികൾ എന്നിവയുടെ പ്രവർത്തനം വർദ്ധിക്കാൻ കാരണം. ഈ അവസ്ഥകൾ കീടങ്ങളെ ആകർഷിക്കുക മാത്രമല്ല ആരോഗ്യപരമായ അപകട സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മുനിസിപ്പാലിറ്റി കൂട്ടിച്ചേർത്തു. ഇതിനു പരിഹാരമായി മുനിസിപ്പാലിറ്റി ചില മാർഗനിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. എല്ലാ ദിവസവും മാലിന്യം നീക്കം ചെയ്യുക. ശരിയായ മാലിന്യ സംസ്കരണം കീടങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും. കെട്ടിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യുക. കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാം. താമസ കെട്ടിടങ്ങളിലും തൊഴിൽ സ്ഥലങ്ങളിലും വായു സഞ്ചാരം മെച്ചപ്പെടുത്തുക. ജനവാതിലുകൾ തുറക്കുന്നത് ഇൻഡോർ വായുവിനെ പുതുക്കുകയും കീടങ്ങളെ തടയുകയും ചെയ്യും. ശുചിത്വം പാലിക്കുക. ശുചിത്വം പാലിക്കുന്ന വ്യക്തി ഒരു പരിധിവരെ രോഗങ്ങളിൽ നിന്നും സുരക്ഷിതനാകും. എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങൾ പരിശോധിക്കുക. ഈർപ്പമുണ്ടാകാൻ സാധ്യതയുള്ള ചോർച്ച തടയുക. കൊതുകുകൾ വരാതിരിക്കാൻ ജനവാതിലുകളിൽ വലകളും സ്ക്രീനുകളും ഉപയോഗിക്കുക. കീടനാശിനി ഉപയോഗിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ദേശീയ സാംക്രമിക രോഗങ്ങളുടെ ദേശീയ സർവേക്ക് ഇന്നു മുതൽ തുടക്കമാകും. 2 ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുക എന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സാംക്രമികേതര രോഗങ്ങളുടെ അപകട സാധ്യതകളെ കുറയ്ക്കുന്നതിനും രോഗപരിപാലനം മെച്ചപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ ലക്ഷ്യമിടുന്നതിനും വേണ്ടിയാണിത്. മസ്കറ്റിലെ മത്ര അൽ ജലാലി കോട്ട വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ഒരുങ്ങുന്നു. പദ്ധതി നടത്തിപ്പിന് താൽപ്പര്യമുള്ള കമ്പനികളിൽ നിന്നും മന്ത്രാലയം ബിഡുകൾ ക്ഷണിച്ചു. 16-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് കോട്ട നഗരത്തിലെ സുപ്രധാന ലാൻഡ് മാർക്കുകളിലൊന്നാണ്. മത്ര തുറമുഖത്തിന്റെ കിഴക്കൻ ഭാഗത്തെ കടൽ വഴിയുള്ള ഭീഷണി നേരിടാൻ 1580കളിൽ പോർച്ചുഗീസ് അധിനിവേശ കാലത്താണ് ജലാലി കോട്ട നിർമ്മിച്ചത്. 20-ാം നൂറ്റാണ്ടിന്റെ ഭൂരിഭാഗവും ഈ കോട്ട ഒരു ജയിലായി ഉപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്രം. പക്ഷേ പിന്നീട് അധികൃതർ ഒമാനി പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും സ്വകാര്യ മ്യൂസിയമാക്കി മാറ്റുകയായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ പ്രഥമ ഡ്രോൺ റോബോട്ട് കേന്ദ്രം ഒമാനിൽ വരുന്നു. കൃഷി, ഭവനം, നഗരാസൂത്രണം എന്നീ മേഖലകളിൽ ഉപയോഗിക്കുന്നതിനായുള്ള ഡ്രോണുകളും റോബോട്ടുകളുമാണ് വികസിപ്പിക്കുക. ഒമാനി സ്ഥാപനമായ അൻഖ സ്പേസ് ആൻഡ് ടെക്നോളജിയാണ് പദ്ധതിക്ക് പിന്നിൽ. മിഡിൽ ഈസ്റ്റിലെ ആദ്യ നഗര നിരീക്ഷണ പ്ലാറ്റ്ഫോമും കമ്പനി സ്ഥാപിക്കുന്നുണ്ട്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുമായി കൈകോർത്താണ് കമ്പനി പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് സിഇഒ മുഹമ്മദ് സലീം അൽ റിയാമി അറിയിച്ചു. ഒമാനി വിദ്യാർത്ഥികൾക്കായി ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തുന്നതിന് നാസയുമായി കമ്പനി സഹകരിക്കുന്നുണ്ടെന്നും റോബോട്ടിക്സ് മേഖലയിൽ വിപുലമായ ഗവേഷണം നടത്താൻ നാസയുമായി കൈകോർക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ മേഖലകളിൽ സേവനം നൽകുന്നതിനായി ഡ്രോണുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകളും പ്രോഗ്രാമിംഗ് ചെയ്യുന്നതും പദ്ധതിയിലുണ്ടെന്നും കൂട്ടിച്ചേർത്തു. അതോറിറ്റി ഫോർ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ് അൻക സ്പേസ് ആൻഡ് ടെക്നോളജി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.